എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് ഇരിക്കും പൊറുതി കിട്ടുന്നില്ല. എത്ര നല്ല ആലോചനകൾ വന്നാ നിനക്ക് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ പോയിട്ട് ആലോചിച്ചു കൊടുക്കാൻ? ആനപ്പാറയിന്ന് വന്ന ആലോചനയില്ലേ, അത് ഓർത്തിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എന്താ അവിടെ ഒരു കുറവുള്ളത്? 10 ഏക്കർ സ്ഥലം, അച്ഛനും അമ്മയ്ക്കും ജോലി, പെണ്ണിനും ഇല്ലേ നല്ല വിദ്യാഭ്യാസം, അവർക്ക് നല്ല ജോലിയും ഇല്ലേ, വീടാണെങ്കിലോ കൊട്ടാരം പോലത്തെ ഒരു വീട്. പിന്നെ നമ്മുടെ അജയം കൊണ്ടുവന്ന ആലോചനയില്ലേ, അതിന് എന്ത് കുഴപ്പമാണുള്ളത്? സ്വർണത്തിന്റെ കളറുള്ള ഒരു പെണ്ണ് 100-150 പവൻ കൊടുത്തിട്ടാണ് പിന്നെ അവിടെ കല്യാണം കഴിച്ചു വിട്ടത്. ഒരു എന്താ കാർ, എന്താ റീസയോ പ്രോസയോ എന്തോ പറയുന്നു കേട്ടു, അങ്ങനത്തെ ഒരു കാറും കൊടുത്തിട്ടുണ്ട് ചെക്കന്. പിന്നെ തഹസിൽദാർ നോക്ക്, നീ എന്ത് കുറ്റം കുറവാണ് കണ്ടുപിടിച്ചത്? എത്ര വേണേലും പൈസ തരാൻ, അതിനൊരു കണക്ക് വെക്കേണ്ടെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. വേണേ നിന്നെക്കാളും 2-3 വയസ്സോ കൂടും അത്രേ ഉള്ളൂ. പെണ്ണിന് ഒരു 3-4 അല്ലെങ്കിൽ 5-6 വയസ്സ് കൂടിയാലൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമില്ല. വലിയ വലിയ ആൾക്കാർ വരെ അങ്ങനെയല്ലേ കല്യാണം കഴിക്കുന്നത്. നീ എങ്ങാനും അതിനെ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കോടിക്കണക്കിന് പൈസ നിന്റെ ബാങ്കിൽ എത്തിയാനെ. നമ്മൾ ഈ പൈസ സ്വത്ത് മാത്രം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്? നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരാളല്ലേ നമ്മൾ കൂടെ കൂടേണ്ടത്. അങ്ങനെ കൂട്ടിയതാണല്ലോ അപ്പൊ നിന്റെ കൂടെ ഇരിക്കുന്നത്. നീ അനുഭവിച്ചോ? എന്താ അവള് കൊണ്ടുവന്നത്? മര്യാദയ്ക്ക് സ്വർണ്ണം ഉണ്ടോ? പൈസ തന്നിട്ടുണ്ടോ? നീ വീടും പൊരയിടെന്ന് പറയാൻ അതിന് മാത്രമൊക്കെ അവിടെ ഉണ്ടോ? ആ ഒരു 3-4 സെന്റിൽ ഒരു കൊച്ചു വീട്, അതിന്റെ അകത്ത് കയറി പോകാൻ പറ്റുമോ മനുഷ്യന്? അമ്മ പറയുന്ന പോലെ അങ്ങനെ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നത്. പിന്നെ ഞാൻ അവളുടെ ബാക്ക്ഗ്രൗണ്ടും വീടും പറമ്പും പിന്നെ അവളുടെ അച്ഛനും അമ്മേന്റെ ജോലി നോക്കിയിട്ടല്ല അവളെ കല്യാണം കഴിച്ചത്. എന്റെ മനസ്സിന് ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിച്ചു. അതിലേ അമ്മ ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, 4 മണി കഴിഞ്ഞില്ലേ, ചായ ഉണ്ടാക്കട്ടെ? മഹാറാണി എഴുന്നള്ളിയോ? ചായ ഉണ്ടാക്കാൻ ഇനി പോകുന്നേ ഉള്ളൂ. 4 മണിക്ക് ഇവിടെ ചായ എത്തണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല? അതെങ്ങനെ? ഇതൊക്കെ അറിയണമെങ്കിലേ നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാൻ വകയുള്ള കുടുംബത്തിൽ നിന്ന് വരണം, അല്ലാണ്ട് നിനക്കൊന്നും ഇത് മനസ്സിലാവില്ല. അമ്മ, ഞങ്ങൾക്ക് ഇവിടുത്തെ അത്ര പൈസ ഇല്ലാന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഭക്ഷണത്തിന് വകയില്ലാത്ത കുടുംബത്തിൽ നിന്നൊന്നും അല്ല ഞാൻ വരുന്നത്. വന്ന് കേറിയിട്ടുള്ളു, അപ്പോഴത്തേക്ക് നാവ് അങ്ങോട്ട് പൊങ്ങി തുടങ്ങി. ഇതാണ് സംസ്കാരം. ഇങ്ങനെയാണ് കുടുംബത്തിനെ നമുക്ക് മനസ്സിലാക്കാന്ന് പറയുന്നത്. നല്ല കുടുംബത്തിന് കൊണ്ടുവന്ന പെൺപിള്ളാരെ മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ ആയിരിക്കും വീട്ടിലിരിക്കുക. ഇത് നോക്ക്, ആ കുടുംബത്തിലെ 1 രൂപേന്റെ ഗതിയില്ല. എന്നിട്ട് അവൾ എന്നോട് സംസാരിക്കുന്ന രീതി കണ്ടോ? അമ്മ പറഞ്ഞതിനുള്ള മറുപടി അല്ല അവള് തന്നത്, അല്ലാണ്ട് അവൾ ഇങ്ങോട്ടൊന്ന് വഴക്കുണ്ടാകുന്നോ? ഇല്ലല്ലോ. അവളൊന്ന് ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അതിനിപ്പോ അവളെ വീട്ടുകാരെ കുറിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ ഇപ്പൊ തന്നെ അങ്ങോട്ട് തലയിൽ കയറ്റി അങ്ങോട്ട് വെച്ചോട്ടോ, അവസാനം നീ അനുഭവിക്കും. നമ്മുടെ ശ്രുതിമോക്കെ 121 പവൻ കൊടുത്തിട്ടല്ലേ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. ഇന്ന് വരെ അവളെ ഭർത്താവിന്റെ അച്ഛനും അമ്മേനോടെ മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതാണ് നല്ല തറവാടില് ജനിച്ചു വളർന്നാലുള്ള ഗുണം. അത്ര അച്ചടക്കത്തോടെയാണ് ഞാൻ എന്റെ മകളെ വളർത്തിയിരിക്കുന്നത്. അല്ലാണ്ട് നിന്നെ പോലെ ഇങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്കും ഭർത്താവിന്റെ അമ്മേനോട് വാളെടുക്കാൻ പഠിപ്പിച്ചിട്ടല്ല കുടുംബത്തിൽ നിന്ന് വിടേണ്ടത്. ശ്രുതിന്റെ കാര്യം അമ്മ വിട്. അവളെ കല്യാണം കഴിഞ്ഞിട്ടേ 1 മാസം കഷ്ടി അവളുടെ ഹസ്ബൻഡ് അച്ഛനും അമ്മേനും കൂടെ നിന്നിട്ടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. ഇപ്പൊ അവരെവിടെ താമസിക്കുന്ന അറിയോ? 2 കിലോമീറ്റർ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുക. അവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവളെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാറില്ല. കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അവൾ ഒരു ദിവസമെങ്കിലും അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവള് വന്നതിന് ശേഷമല്ലേ അമ്മയൊന്ന് ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും അമ്മ പഠിപ്പിച്ചൊരു തറവാടിലെ ശീലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവൾ അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഫോളോ ചെയ്തു. കൊള്ളാലോടെ, നീ എന്ത് മന്ത്രം ചെയ്തിട്ടാണ് എന്റെ മകനെ വശീകരിച്ച് വെച്ചിരിക്കുന്നത്? വന്ന് കേറിയില്ല, അപ്പോഴത്തേക്ക് അമ്മയും തള്ളി പറയുന്നു, പെങ്ങളെയും തള്ളി പറയുന്നു. ഇനി ഇവിടെ എന്തൊക്കെ ഞാൻ കാണേണ്ടി വരുമോ? ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഓരോന്നിനും കുടുംബത്തിൽ വലിച്ചു കയറ്റുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അച്ഛനോട് പണ്ടേ പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു ബന്ധം വേണ്ട വേണ്ട. അടുക്കളയൊക്കെ നല്ല വൃത്തി കിട്ടിട്ടുണ്ടല്ലോ. നീ എവിടെ നിന്ന് ഈ പാത്രങ്ങളും കൊണ്ട് വരുന്നത്? ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചതായിരുന്നു, ഒന്ന് എടുത്തു വെക്കട്ടെ. അറിയാം പണിയെടുക്കാനൊക്കെ. ഇത് വെയിലത്ത് വെച്ചിട്ട് വെറുതെ ഉണക്കിയത് കൊണ്ട് മാത്രം ആയില്ല. അവിടെ ഒരു തുണിയുണ്ട്, അതെടുത്തിട്ട് എല്ലാം തുടച്ചിട്ട് വേണം ഷെൽഫിലേക്ക് വെക്കാൻ കേട്ടോ. അമ്മ ഞാൻ ചെയ്തോളാം. ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ?
നിന്റെ അച്ഛനും അമ്മയും വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ? അവരെന്തെങ്കിലും പറഞ്ഞോ? അതമ്മ അവര് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആ, മെഷീനൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ തന്നെ കുറച്ച് നല്ലത് കൊണ്ടുവരാൻ പറ. ഇപ്പൊ പുതിയതൊക്കെ ഇറങ്ങിയിട്ടില്ലേ, 2 ഡോറൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ എന്താന്നറിയോ, എന്റെ മോളും അവരുടെ വീട്ടുകാരൊക്കെ വരുമ്പോഴേ ഞങ്ങക്ക് നാണക്കേടാ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചത്. അമ്മ എനിക്കങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്ന സാധനം തന്നെ കൊണ്ടുവരണം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഒന്നാമത് കല്യാണത്തിന് തന്നെ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ വന്നതല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് കടങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതുകൂടി പറഞ്ഞ അതാ അവരെങ്ങനെ എടുക്കാന്ന് അറിയില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരട്ടെ. അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ കയറ്റാൻ പറ്റുമൊന്നുമില്ല. മനുഷ്യൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കാനുള്ളതാ, ഇല്ലേ തന്നെ നാണം കെട്ടുപോയി. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത കുടുംബമാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഇതിപ്പോ മോളെ വലിയ നിലയിൽ കെട്ടിച്ചും വിടണം, എന്നാലോ കയ്യിൽ നിന്നാണെങ്കിൽ 5 പൈസ ഇറക്കാനും പാടില്ല. ഇനിയിപ്പോ ഫ്രിഡ്ജൊന്നും കൊണ്ടുവരണില്ലെങ്കിൽ കല്യാണത്തിന് നിങ്ങൾ എന്താ ചെയ്ത് 2-2.5 പവന്റെ മാലയല്ലേ ഇട്ട് കൊടുത്തത്? ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ഇട്ട് കൊടുക്കാൻ പറ. അങ്ങനെയെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളുടെ നാണക്കേട് മറക്കണ്ടേ? അമ്മ ഞാൻ പറയാം. പറയണം. അതിനാണ് ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തരുന്നത്. എല്ലാ അമ്മായിമാരും ഇങ്ങനെ മരുമക്കളോട് പറഞ്ഞൊന്നും കൊടുക്കില്ല, മുഖവും വീർപ്പിച്ച് അങ്ങോട്ട് നടക്കും. അപ്പൊ അതിന് ഇട വരുത്തണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടുകാരോട് പറയ കാര്യങ്ങള് അവര് മനസ്സിലാക്കട്ടെ. ഏട്ടാ, അച്ഛനും അമ്മയും വരുമ്പോഴേ ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ആണ് കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് അമ്മ പറയുന്നത് ഒന്നുകിൽ വലിയ ഫ്രിഡ്ജ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ. വലിയ ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും 1 ലക്ഷം രൂപയിൽ കൂടുതലാവും. ഇപ്പൊ എനിക്ക് അച്ഛനും അമ്മേനും വിളിച്ചിട്ട് അത്രയും വില കൂടിയ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറയാൻ പറ്റില്ല. ഏട്ടനറിയാലോ വീട്ടിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പൊ തന്നെ കല്യാണത്തിന്റെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീട്ടാനുള്ള ഓട്ടത്തിലാ അവര്. അതിന്റെ ഇടയ്ക്ക് ഞാനങ്ങനെ ഇതും കൂടി വിളിച്ചു പറയാ. എടാ, അമ്മ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ടേ നീ അധികം ടെൻഷൻ അടിക്കാൻ നിൽക്കൊന്നും വേണ്ട. അമ്മ അതല്ല അതിന്റെ അപ്പുറത്തും പറയും, അത് അങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ വന്നാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ? ആ കാര്യമൊക്കെ നീ വിട്ടേക്ക്, ഞാനില്ല ഇവിടെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഏട്ടനും അമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ ഇടവരരുത്. ഒരച്ഛൻ്റെ അമ്മേന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അറിയോ? അവരുടെ മോളാണ്. അതല്ല എനിക്ക് തന്നിരിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയെ. ഇതിൽ കൂടുതൽ എന്ത് തരാനാ? നീയേ അവരിപ്പൊ തന്നെ വിളിച്ചോളാ, ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. മോനെ, നിന്നോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. നിനക്ക് പിന്നെ എപ്പോഴും തിരക്കല്ലേ, എനിക്കിങ്ങനെ നിന്നെ കിട്ടാറില്ലല്ലോ. എന്താ പറയാനുള്ളത് പറയ്. അടുക്കള പണിയൊക്കെ ഇതാ, അപ്പൊ ഞാന് അത്രയും പുറകെ നടന്ന് പറഞ്ഞു ഇതാ ഇപ്പൊ ഒന്ന് ശരിയായി വരുന്നുണ്ട്. പക്ഷെ ഈ അടിച്ച് തുടച്ച് വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലില്ലേ, എനിക്ക് പറഞ്ഞു മടുത്തു മോനെ. ഒരു വൃത്തിയില്ല വെടുപ്പില്ല. എന്താ അമ്മ പറയുന്നത്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടിക്കലും മാറലൊക്കെ അവളല്ലേ ചെയ്യുന്നത്, പിന്നെ അമ്മയാണോ ചെയ്യുന്നത്? എന്നിട്ട് വെറുതെ ഓരോന്നും പറയാ. എന്താ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടെന്നാ നീ പറയുന്നേ? ഇവിടെ അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ പിന്നെയും പൊടികൾ അവിടെ. ആ മാറാലെ ഒന്ന് തട്ടി അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞാൽ പിന്നെ എന്താ ജനാലിൽ നീ പോയി നോക്ക എന്താ അവസ്ഥന്ന്. ഈ വീട് അടിച്ചു തുടച്ച് ആ രീതിക്ക് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ അവിടെ മഹാലക്ഷ്മി കയറി വരുമോ? അമ്മ അവൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരിട്ട് അവളോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, അല്ലാണ്ട് എന്നോട് ഇങ്ങനെ കുറ്റം പറഞ്ഞിരുന്ന വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനു പറഞ്ഞു കൊടുക്കണം? നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലേ തന്നെ പറഞ്ഞു മടുത്തു മനുഷ്യന്. നിന്റെ ഭാര്യയല്ലേ, നിനക്കല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. ഞങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്നതാ, ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എവിടെന്നെങ്കിലും അവളെ വിളിച്ചിറക്കൊണ്ടെന്നല്ലോ. നമ്മളെല്ലാരും അവളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് കണ്ട് എല്ലാം തീരുമാനിച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. എന്താണെങ്കിലും ഞങ്ങൾ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ, വല്ല ജാതക ദോഷമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് ഒഴിവാക്കുന്ന്. നീയല്ലേ ഇതെന്നെ മതി എന്ന് വാശി പിടിച്ചു നിന്നത്. ഇപ്പൊ അനുഭവിക്കുന്ന ആരാ? ഞാന്. അമ്മ എന്ത് അനുഭവിച്ചു നമ്മ പറയുന്നത്? 24 മണിക്കൂർ അവളെ കുറിച്ചുള്ള കുറ്റം മാത്രം പറഞ്ഞു നടക്കാൻ അമ്മയ്ക്ക് സമയമുള്ളൂ, വേറെ ഒരു പണിയില്ലേ?
അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറൊരു പണിയൊന്നുമില്ലല്ലോ. അവള് വന്നതിന് ശേഷം അമ്മ ഫുൾ ടൈം ഫ്രീ അല്ലേ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നീ കണ്ടോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത്? അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവളല്ലേ അടിക്കലും വാരലും അടുക്കളയത്തെ പണിയും പിന്നെ തുണി അലക്കലും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മയ്ക്ക് എന്ത് പണിയാ അവിടെ ഉള്ളത്? ആഹാ, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ മോനെ. നീ ഒരുത്തിന് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് എന്തിനാ? എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാ? ഞാൻ അങ്ങനൊന്നല്ല പറഞ്ഞത്. ഞാനേ അവളോട് ഒരു പണിക്കാരായിട്ടല്ല കൊണ്ടുവന്നത്. ഇനിയിപ്പോ അവൾ അടിച്ചതോ തുടച്ചതോ വൃത്തിയാണെങ്കിൽ അമ്മ അങ്ങോട്ട് ചെയ്യും, അത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ പുറകെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് പറയാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം അവളോടുണ്ടെങ്കിൽ അത് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവൾ തന്നെയാണ് അവള്. മനസ്സിലാകാൻ കഴിവുള്ള ഒരാള്, അത് മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് എല്ലാം ആയി. ഇല്ല, ഏട്ടനിന്ന് ലീവാ. ആ, ചായ കുടിച്ചു. നീ എന്താ ഇവിടെ ഒന്ന് ഫോണും ചെയ്ത് നിൽക്കുന്നത്? അമ്മ ഞാന് അങ്ങോട്ട് പിന്നെ വിളിക്കാം. ഈ വീട്ടിൽ ഇത്രയും പണി കിടക്കുമ്പോഴാണോ നീ ഇവിടെ ഒന്ന് ഫോണും ചെയ്ത് നിൽക്കുന്നത്? നിനക്കെന്താ ബോധമൊന്നുമില്ലേ? അടുക്കളയിലെ പണി എല്ലാം കഴിഞ്ഞിട്ടമ്മ ഞാൻ ഇങ്ങോട്ട് വന്നേ. അതിന് ഫ്രീ ആകുമ്പോ നിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? ഇതിപ്പോ ഡെയിലി വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും എന്താ എത്രമാത്രം പറയാനുള്ളത്? അല്ല, അമ്മ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നി, അതാണ് ഞാൻ കേറി വന്നത്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യം എന്താ? ഇവിടുത്തെ കണക്കെടുക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരിക്കും അല്ലേ? ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ദിവസം ഇങ്ങനെ വിളിച്ചു ചോദിക്കാണ് അല്ലേ? അതൊന്നും അല്ലമ്മേ. അമ്മ എന്നോട് ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. അല്ലാണ്ട് ഇവിടുത്തെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല. എന്തിന്? ഇവിടെ നമ്മൾ അങ്ങനെ പലതും ചെയ്യും, പല ഭക്ഷണം ഉണ്ടാക്കും. അതൊക്കെ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കേണ്ട കാര്യം എന്താ? ഇവിടെ മനുഷ്യനൊന്ന് തുമ്മിയാലും ഒന്ന് ഇരുന്നാലും നടന്നാലും ഒക്കെ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കണോ? അതോ നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അപ്പപ്പോ വിളിച്ചറിയിക്കണമെന്ന്? എന്നിട്ട് വേണം ഓരോരോ തലയുടെ മന്ത്രം ഓതി തന്നിട്ട് എന്നെയും എന്റെ മകനെയും എന്റെ മക്കളെയും എല്ലാവരെയും കൂടി അങ്ങോട്ട് തെറ്റിക്കാൻ. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, ഇനി അമ്മയ്ക്കും മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ സംസാരിച്ചോ, അത് മതി. ഇവിടെ നിങ്ങളുടെ പാത്തും പതുങ്ങിയുള്ള ഫോൺ വിളി വേണ്ട. നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് പറയും. അതിനനുസരിച്ച് വേണം എനിക്ക് അവരോട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ. ഇതിപ്പോ ഞാൻ എന്ത് പറയാനമ്മേ? അമ്മ വേണ്ടതുപോലെ തീരുമാനിച്ചോ, അതുപോലെ നമുക്ക് ചെയ്യാം. എന്നാലേ എന്റെ മനസ്സിൽ കുറെ കാലമായിട്ട് ഞാൻ ഒരു കാര്യം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഡൈനിങ് ടേബിള് ഇപ്പോഴത്തെ ശോഭന്റെ വീട്ടിലൊക്കെ വാങ്ങിയിട്ടില്ലേ പുതിയത്, വെള്ള കളറിലുള്ള. ഏത്? ആ മാർബിൾ ടോപ്പ് ഉള്ളതോ? അതന്നെ. അപ്പൊ ആ ഡൈനിങ് ടേബിളും പിന്നെ നല്ലൊരു സോഫ സെറ്റും ടീപ്പോയും ഒക്കെ വരുന്നതില്ലേ, അതും നമുക്ക് കൊടുക്കാം. കൊടുക്കാമേ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടും കൂടി ഏകദേശം 1.5 ലക്ഷം രൂപ വരും. ഇത്രയും പെട്ടെന്ന് പൈസ അത്ര അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല്. നിനക്ക് ആകെ കൂടെ ഉള്ളൊരു പെങ്ങളല്ലേ, അതിന്റെ പുറകെ കൂടലിന് വേണ്ടി ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ ചെലവാക്കിയാലും ഒരു കുഴപ്പവും നിനക്ക് വരാനില്ല. ഇനിയിപ്പോ നീരജ് എന്താ കൊടുക്കാന്ന് ആർക്കറിയാം? അവനെയാണെങ്കിൽ വിളിച്ചിട്ടും ഫോണും എടുക്കണില്ല. എന്നാലും അവന്റെ ഭാര്യ എന്തെങ്കിലും തീരുമാനിക്കും, അതിനനുസരിച്ച് അവൻ ചെയ്യും. എന്താണെങ്കിലും ആ ഒരാളുടെ മുമ്പിലും നമ്മൾ താഴാൻ പറ്റില്ല. അങ്ങനെ വേണം കൊടുക്കുമ്പോ കൊടുക്കാൻ. നമുക്ക് എന്തായാലും ആലോചിക്കാം. ഇതിപ്പോ എന്തായാലും അവൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞല്ലോ, ഇനി കുറച്ച് ദിവസം സമയം ഉണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ ഇത്രയും പൈസക്ക് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല് എന്തായാലും സമയം എടുക്കും. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ നീ നോക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും മുന്നോടിയായിട്ട് ഇവിടെ എത്തണം. നമ്മൾ വേണം ആദ്യമായിട്ട് സാധനങ്ങൾ കൊണ്ട് എത്തിക്കാൻ. കുറെ കൂടലിന് കുറച്ച് ദിവസം മുമ്പ് ഈ 2 എത്തിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം, അതിനൊന്നും നീ കണക്ക് നോക്കാനും പിടിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. എന്താണുള്ള വെച്ചാൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അത് അവർക്ക് കൊടുത്തേക്ക്. എന്റെ മോളെ മുഖം വാടാൻ ഇട വരരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മ അവൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ആ രീതിയിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, അമ്മേന്റെ മൂത്ത മോനില്ലേ നീരജ്, അവനിപ്പോ എന്താ കൊടുക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ കൊടുക്കുന്ന സാധനം തന്നെയാണ് അവൻ കൊടുക്കുന്നെങ്കിലോ, അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം എന്ത് കൊടുക്കണം എന്നുള്ളത്. അതിനിപ്പോ അവന് തിരക്കൊഴിഞ്ഞ സമയമുണ്ടോ? അവന് ബാംഗ്ലൂര് അത്രയും തിരക്കിൽ നിൽക്കണ അവനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനാ? അവനറിയാം എന്താ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് അവൻ ചെയ്തോളൂ. പിന്നെ അവന് തിരക്കുണ്ടായിട്ടൊന്നുമല്ല, അമ്മ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അതന്നെ. എന്ത് വാങ്ങാൻ പോകുന്ന കാര്യം എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നും വാങ്ങാനും പിടിക്കാനും പോണ കാര്യമൊന്നും അല്ല. എനിക്കോ എന്റെ മോനും തമ്മിൽ എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അങ്ങ് ചെവിയോർത്ത് വന്നോളും. അമ്മ എന്താ അവളോട് ഇങ്ങനെ പറയുന്നത്? അവളോട് കാര്യം പറഞ്ഞൂടെ? അവൾക്ക് അറിയണ്ട ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. അതെന്തിന്? നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ വേറൊരാൾ അറിയേണ്ട ആവശ്യം എന്താ?
ഇത് ഞാനും നീയും എന്റെ മോളുടെയും കൂടിയിട്ടുള്ള കാര്യങ്ങളാ. അത് പുറത്തുനിന്ന് വന്ന ഒരാളോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക്. മോനെ, എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് അങ്ങോട്ട് വിളിച്ച് പറയും. ഇത്ര നേരം ഫോൺ ചെയ്ത് നിന്നതിന് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അന്ന് ഇറങ്ങി വന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാ, അല്ലാണ്ട് ഇതിപ്പോ അവരെ വീട്ടിലേക്ക് വിളിച്ചറിഞ്ഞിട്ട് ലോകം മുഴുവൻ അറിയിക്കാനുള്ളതല്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ അച്ഛനും അമ്മയും പിന്നെ മക്കളും മാത്രം അറിഞ്ഞാൽ മതി. അല്ലാണ്ട് അവളോടൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. അവൾ എന്റെ ഭാര്യയല്ലേ, ഈ കുടുംബത്തിലെ ആളല്ലേ അവള്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ആളൊന്നുമല്ലല്ലോ. അതെനിക്ക് അറിയാം. നിന്റെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു, നിന്റെ ഭാര്യയാണല്ലോ. പക്ഷെ എന്റെയോ എന്റെ മോളുടെയോ ഒരു കാര്യങ്ങളും നീ അവളോട് പറയാൻ പാടില്ല. പരിപാടിക്ക് ഇനിയും സമയമുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുന്ന് 4-5 ആൾക്കാരെ വിളിക്കുമല്ലോ. ആ കൂട്ടത്തില് അവളെയും വിളിക്കുക. അന്നേരം പറഞ്ഞാൽ മതി, അപ്പൊ അറിഞ്ഞാ മതി. എന്നാ അമ്മ ഒരു കാര്യം കേട്ടോ, ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അവളോട് ചർച്ച ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരിൽ ഒരാളായിട്ടാണ് അവൾ ഇവിടെ അമ്മ കാണുന്നെങ്കിൽ ഇതാ ഇന്ന് മുതല് എന്നോടും ഇവിടുത്തെ ഒരു കാര്യങ്ങളും അമ്മ പറയണ്ട. നീ എന്റെ മകനല്ലേ, എനിക്ക് എന്തുകൊണ്ട് നിന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞൂടാ? പിന്നെ എനിക്ക് വേറെ ആരോടെങ്കിലും പോയി പറയാൻ പറ്റുമതൊക്കെ? അങ്ങനെയാണെങ്കിലേ അമ്മേന്റെ മോന്റെ ഭാര്യയാണ് അവള്. അവൾക്കൊരു സ്ഥാനം ഈ വീട്ടിലില്ലെങ്കിൽ ആ സ്ഥാനം എനിക്കും തരണ്ട. അങ്ങനെ എനിക്കൂടെ തോന്നണ്ടേ അവൾ ഇവിടുത്തെ ആരെങ്കിലും ആണെന്ന്? എനിക്ക് ജന്മം അവളെ എന്റെ മരുമോളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അവൾക്ക് എന്ത് കുഴപ്പമുള്ളത്? കുറച്ച് പൈസ സ്വർണ്ണം കുറഞ്ഞു പോയതോ? അമ്മേ, അവളുടെ ഗുണങ്ങൾ ആദ്യം കാണാൻ പഠിക്കേ. പിന്നെ കുറെ ഗുണങ്ങളും പോക്കറ്റിട്ടങ്ങ് പോയാ മതി, നിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും. നിനക്കിപ്പോ ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ബിസിനസിന്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, കുറെ ഭാര്യന്റെ ഗുണങ്ങളും ഭാര്യ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നിനക്ക് സാധിക്കുമല്ലോ. എനിക്ക് കാറ് വാങ്ങാനും വീട് വാങ്ങാനുള്ള കഴിവൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഇനിയിപ്പോ എനിക്ക് എന്റെ ഭാര്യന്റെ വീടിന് അവളുടെ സ്വത്തും സ്വർണം കിട്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അമ്മേന്റെ മൂത്തമാന്റെ ഭാര്യനെ അമ്മ തന്നെയല്ലേ കണ്ടുപിടിച്ചത്. അവളെ വലിയ വീടും കുറെ പൈസയും കാറ് കണ്ടപ്പോ അമ്മ അങ്ങോട്ട് വീണു. പിന്നെ അവൾ ഇവന്റെ തലയിലാക്കിയ മതി മാത്രമേ അമ്മയ്ക്ക്. എന്നിട്ട് എന്തായി? കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അവളുടെ വീട് റിസപ്ഷൻ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അവൾ അങ്ങോട്ട് ചെന്നതാ. എന്നിട്ട് ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്തിനു പറയുന്നു? അവനോടൊന്ന് സംസാരിക്കണമെങ്കിൽ വരെ അമ്മയ്ക്ക് അവളുടെ പെർമിഷൻ വേണം. എന്ത് പറഞ്ഞാലും അമ്മ പറയല്ലോ അവൻ ബിസിയാണെന്ന്. എന്ത് ബിസി? സത്യാവസ്ഥ എന്തായാലും അമ്മയ്ക്ക് അറിയില്ലേ? അവളുടെ അച്ഛനും അമ്മയും അവിടെ ചെന്ന് താമസിക്കാറുണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ നാട്ടിലേക്കും വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുള്ള അവളുടെ വീട്ടിലേക്ക് അവൻ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് അമ്മേനെ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോണെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലും ഇല്ല. അവർക്ക് 2 മക്കളില്ലേ? അമ്മ 2 കുട്ടികളെ കണ്ടിട്ട് എത്ര കാലായി? പണ്ടെപ്പോഴും 28 കെട്ടിന് പോയിട്ട് പിന്നെ അവിടെ കയറിയിട്ടുണ്ടോ? അവരോട് അമ്മേനെ കയറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ മരുമോളാണ് അമ്മയ്ക്ക് ഇനിയും വേണ്ടത്. ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ ഒറ്റ കാര്യം വിചാരിച്ചിട്ടുള്ളൂ, എനിക്ക് നല്ലൊരു കൂട്ട്, പിന്നെ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള്, പിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള നല്ലൊരു മനസ്സ്. അതെന്തായാലും എന്റെ ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. ഇത്രയും നല്ലൊരു പെണ്ണിന് ഭാര്യയായിട്ട് കിട്ടിയതില്ലേ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് വരെ അമ്മയ്ക്ക് അച്ഛനും അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അമ്മേ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്റെ ഭാര്യനെ അമ്മയ്ക്ക് അമ്മേന്റെ മരുമോളായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതാ ദിവസം ഇങ്ങനെ കുത്തി നോവിക്കാനാണ് അമ്മേന്റെ ഭാവെങ്കിലുണ്ടല്ലോ, ഞാനും ഇവിടെ ഇവിടുന്ന് മാറി താമസിച്ചോളാം. അമ്മേച്ചനോട് താമസിച്ചോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നീ എന്താ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും അച്ഛനും ഈ വയസ്സുകാലത്ത് എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുടെ കൂടെ വേറെ ആരാ ഉള്ളത്? അപ്പൊ അമ്മയ്ക്ക് അറിയാൻ പാടില്ലായിട്ടല്ലേ? അല്ല, അമ്മേന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ആ പൈസ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. പൈസയൊക്കെ നമുക്ക് ജീവിക്കാൻ വേണം, അത് ശരിയാണ്. പക്ഷെ പൈസ കൊണ്ട് മാത്രം നമ്മൾ ആൾക്കാരെ അളക്കാൻ നിൽക്കരുത്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലേ അത് വലിയ കാര്യമാണ്. സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോഴേ അവരെ കൂടെ നിർത്താൻ നോക്ക്, അല്ലാണ്ട് അവരെ ആട്ടി ഓടിക്കല്ല ചെയ്യേണ്ടത്. നീ ഇങ്ങോട്ട് വാ.